എല്ലാ വീടുകളിലും ധൃതി പിടിച്ച ജോലിയാണ്. എന്താണെന്നറിയോ? ഓണം അടുത്തു, ഉപ്പേരി ഉണ്ടാക്കണം, കളികരയ്ക്ക ഉണ്ടാക്കണം, ശർക്കര വരട്ടി ഉണ്ടാക്കണം, എല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ധൃതിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റുകളൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ സൂസൻ റെസിപ്പി എന്നൊരു പേജുണ്ട്, ആ പേജിൽ കയറി നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റുകളൊക്കെ ഇടണം കേട്ടോ. അത് ഓണത്തിന് പുളിശ്ശേരിയൊക്കെ കൂട്ടിയാണല്ലോ ചോറുന്നത്. അപ്പം പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വാ എല്ലാവരും, നമുക്ക് എല്ലാവർക്കും പുളിശ്ശേരി ഉണ്ടാക്കാൻ അറിയാം, എന്നാലും വാ എല്ലാവരും നമുക്ക് എല്ലാവർക്കും നിന്ന് പുളിശ്ശേരി ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. വാ എല്ലാവരും. ഇതിനകത്ത് കറിവേപ്പിലയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കൊച്ചുള്ളിയുണ്ട്. ഇനി ഞാൻ ഒരു അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾ പൊടി, ഉലുവപ്പൊടി. ഇനി നമുക്ക് എണ്ണ തിളച്ച് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. തൈര് ഞാൻ മിക്സിക്കകത്ത് വെച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഇത്രയും കൊഴുപ്പ് വേണം നമ്മൾ മോര് കാച്ചുമ്പോൾ, എങ്കിലേ ഒരു രുചിയുള്ളൂ. വെള്ളം പോലെ ഇരുന്നാൽ നമ്മുടെ പുളിശ്ശേരി ശരിയാക്കില്ല. അടിക്കുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് അടിക്കണം. അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പച്ച കറിവേപ്പില പോലും മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കണേ. പണ്ടത്തെ കാലത്ത് അമ്മച്ചിമാർ പറയുമല്ലോ, ഈ മോര് കാച്ചുമ്പോഴേ ഉള്ളിയും കറിവേപ്പിലയും മുളകും ഒക്കെ ഇങ്ങനെ മണ്ടയ്ക്ക് ഇങ്ങനെ പൊങ്ങി കിടക്കണം. അയ്യോ, ഞാൻ വറ്റമുളക് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി വറ്റമുളക് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അതാണ് ഈ മോരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മണ്ടയ്ക്ക് ഇങ്ങനെ പൊങ്ങി കിടക്കുമ്പോൾ വറ്റമുളക് ഇങ്ങനെ മണ്ടയ്ക്ക് ഇങ്ങനെ പൊങ്ങി കിടക്കണം. അപ്പോൾ അതിനൊരു വേറൊരു സ്റ്റൈലാണ്. അപ്പോൾ ഞാൻ വറ്റമുളക് പൊടിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. തിളച്ച് പോകരുത് കേട്ടോ, ഒന്ന് നല്ലതായിട്ട് ചൂടാവുകയേ ചെയ്യാവൂ. തിളച്ച് പോയാൽ പിന്നെ മോര് പിരിഞ്ഞു പോകും. ഉണ്ട്, ചൂടായപ്പോൾ നമ്മുടെ കറിവേപ്പിലയും വറ്റമുളകും ഉള്ളി എല്ലാം കൂടെ ഇങ്ങനെ മണ്ടയ്ക്ക് പൊങ്ങി കിടക്കുമ്പോഴാണ് ഒരു രസം, ഭംഗി കാണാൻ പുളിശ്ശേരി. ഇങ്ങനെ വേണം മോര് കാച്ചാൻ. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിനകത്തിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചെറിയൊരു പാത്രത്തിനകത്തിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് പകുതി ചൂടും പോയി കേട്ടോ. അപ്പോൾ ചൂട് പോയതിന് ശേഷമാണ് ഞാൻ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പിരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാൻ ചൂട് ഒരു മുക്കാൽ ഭാഗവും പോയിട്ട് ഞാൻ ഉപ്പ് പൊടി എടുത്തുള്ളൂ. നമുക്കിതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. അടിപൊളി, സൂപ്പർ. ചെറിയ പുളി, മോരിന് എപ്പോഴും ചെറിയൊരു പുളി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ചെറിയൊരു പുളി ഉണ്ട് കേട്ടോ. സൂപ്പറാണ് മോര് കറി, പുളിശ്ശേരി, അടിപൊളി.